ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനുമായി ഇന്ത്യ സംഘർഷത്തിലാണെങ്കിൽ മറ്റൊരു അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അവിടെ ആഭ്യന്തര പ്രശ്നമാണ് രൂക്ഷമായിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ അവിടെയുള്ള സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഇത് അവിടെ ഒരു സുസ്ഥിരമായ ഭരണമില്ലാത്തത് ഇന്ത്യക്ക് മറ്റൊരു തലവേദനയായിരുന്നു. അല്ല, അത് തിരിച്ചു കൊടുക്കുന്നതാണ്. ഇടയ്ക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ഇവരും നിരോധിച്ചിരുന്നു. അത് തിരിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അവാമി ലീഗിനെ നിരോധിക്കുന്നത് നമുക്കിഷ്ടമല്ല. സെക്യുലർ ആണ്, പ്രോ ഇന്ത്യൻ ആണ്, അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. അപ്പം അവിടെ ഒരു അൺട്രസ്റ്റ് ഉണ്ടാകുന്നത് ഇന്ത്യക്ക് ഭയങ്കര ദോഷമാണ്. അവിടെ മാത്രമല്ല, പാകിസ്ഥാനിലും 4 കഷ്ണക്കായിട്ട് അവർ ഭയങ്കര അൺട്രസ്റ്റായി മാറി കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ട് നമുക്ക് തലവേദനയാണ്. ഇപ്പോൾ ഉള്ള ശത്രുക്കൾ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. കൂടുതൽ ഡിറ്റീരിയറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശല്യമാകാതെ നിന്നാൽ മതി. ബംഗ്ലാദേശിനും കൂടി ഒരു വാർഫ്രണ്ട് തുറക്കുക എന്ന് വെച്ചാൽ നമുക്കത് അത്രയും വലിയ ബാധ്യതയാണ്, അപകടം കൂടിയാണ്. പക്ഷെ ബംഗ്ലാദേശിൽ വാർഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുത്തെ ഇപ്പം നമുക്ക് 2 വാർഫ്രണ്ട് ആണ് ഉള്ളത്. ഒന്ന് ചൈന, 2 വാർ തിയേറ്ററാണ് ഇന്ത്യക്കുള്ളത്. ഒന്ന് ചൈന, ഒന്ന് പാകിസ്ഥാൻ. ഒന്ന് വടക്കും ഒന്ന് പടിഞ്ഞാറും. കിഴക്ക് ഒരു വാർഫ്രണ്ട് നമ്മൾ നോക്കുക, നമ്മൾ സൈന്യത്തെ അവിടെയും കൂടി വിന്യസിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ ചിലവ് വരും. മാത്രമല്ല, അപ്പോൾ 3 ഫ്രണ്ടിൽ ഒരേ യുദ്ധം നടത്തുകയെന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പറ്റില്ല. ഈ 2 ഫ്രണ്ട് ഒരേ സമയം യുദ്ധം നടത്താവുന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ വാർ തിയേറ്റർ ക്രമീകരിച്ചിരിക്കുന്നത്. അത് 3 ഫ്രണ്ടിലാകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളുണ്ടാവും. അതുകൊണ്ട് ആ രാജ്യത്ത് വലിയ അൺട്രസ്റ്റ് ഇല്ലാതെ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. പക്ഷെ ആ രാജ്യം അമേരിക്കയുടെ ഫോക്കൽ പോയിന്റിലാണ്. അമേരിക്കയ്ക്ക് അവിടെ വേറൊരു താല്പര്യമുണ്ട്, സാമ്രാജ്യത്വ താല്പര്യം. അത് ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവിടെ അൺട്രസ്റ്റ് അവരുണ്ടാക്കുകയാണ്. അതിനു വേണ്ടി അവരവിടെ ചെകുത്താന്മാരെ വളർത്തി. ദൈവം അവിടുന്ന് വിട്ടുപോയി. അപ്പോൾ ചെകുത്താന്മാരിങ്ങനെ വളർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. ആ ചെകുത്താന്മാർ വളരുമ്പോൾ അവിടെ അൺട്രസ്റ്റ് ഉണ്ടാവും. അൺട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ രാജ്യം 3 കഷ്ണമായി മാറാൻ സാധ്യതയുണ്ട്. അതാണ് അമേരിക്കയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. അവർക്ക് ആ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനിൽ അവർക്ക് അവരുടെ രാജ്യം വേണം അമേരിക്ക. അതിനുള്ള പരിപാടിയാണത്. ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരും, അവാമി ലീഗ് സമരങ്ങൾ ആരംഭിക്കുന്നു എന്ന ചർച്ചകൾക്കിടയിലാണ് ഇതാ വീണ്ടും ഒരു യൂണിസ് ശക്തിപ്പെട്ടിരിക്കുന്നത്. ഗോവിന്ദ മാഷ് വന്നു കഴിഞ്ഞാൽ CPM വല്ല മാറ്റം ഉണ്ടാകും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ചിലപ്പോൾ BJPക്ക് മാറ്റമുണ്ട്. അങ്ങനെ രാജീവ് വേറൊരു സ്ട്രാറ്റജി ഉള്ള ഒരാളാണ്. മാത്രമല്ല, BJPൻ്റെ കാര്യങ്ങളിൽ മോഡി, അമിത്ഷാ, RSSന് വലിയ പങ്കുണ്ട്. CPMൻ്റെ അങ്ങനെയല്ല. CPM അങ്ങനെ ഇപ്പോൾ പുറത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആരുമില്ല. കേന്ദ്ര നേതൃത്വമൊക്കെ വീക്കാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ പിണറായിയാണ് കേരളത്തിലെ ഏറ്റവും ശക്തി. ഇന്ത്യ തന്നെ പാർട്ടി ഏറ്റവും ശക്തി. പിണറായി സെക്രട്ടറി ആയാലും കോടിയേരി സെക്രട്ടറി ആയാലും ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയാലും പിണറായി ആഗ്രഹിക്കുന്നേ നടക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെയും കാര്യം. അതായത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപിന് പരിധി കൂടുതലൊന്നും അമേരിക്ക ഡീപ് സ്റ്റേറ്റിനെതിരെ കളിക്കാൻ പറ്റില്ല. അയാൾ പണമായി ചുമരിക്കിടക്കും. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ജയിക്കാൻ വിട്ടെന്ന് വെച്ചാൽ അങ്ങേക്ക് അനുകൂലമായിട്ട് വലിയ തരംഗമുണ്ട്. അപ്പം അങ്ങനെ തോറ്റു പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അവിടെ പ്രക്ഷോഭത്തിനാവും. അത് അവർക്ക് വേറെ തലവേദനയാണ്. അതുകൊണ്ട് ജയിക്കാൻ വിട്ടിരിക്കും. ട്രംപിന് ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ നമുക്കറിയാം. മോഡി ഫണ്ടാണെങ്കിൽ ബിസിനസ് ഈസ് ബിസിനസ് എന്ന് പറയുന്നത് അവരുടെ വാക്കാണ്, ഡീപ് സ്റ്റേറ്റിൻ്റെ വാക്കാണ്. അതുകൊണ്ട് അമേരിക്കനെ ശക്തനെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അവർക്ക് ചിലപ്പോൾ അവരെക്കാട്ടും പ്രസക്തമായി ചിലപ്പോൾ തോന്നുന്നത് നമ്മളായിരിക്കും. ആ സമയത്ത് അവർ നമ്മളെ ഉപയോഗിക്കും. അത് നിങ്ങൾ സൂപ്പർ സ്റ്റാർസിന് നോക്കിയാൽ മതി. സൂപ്പർ സ്റ്റാർസ് ആദ്യ കാലഘട്ടത്തിൽ സിനിമ കൊടുത്ത ആളുകളുണ്ട്. പക്ഷെ അവർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അവരുടെ സിനിമകൾ 1-2 ഫ്ലോപ്പ് ആകുമ്പോൾ ഇവർ സിനിമ കൊടുക്കില്ല. അത് സൂപ്പർ സ്റ്റാറുകൾ കുറ്റം വന്നു കഴിഞ്ഞാൽ അവർ റെലവൻ്റായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പുതിയ സെൻസിബിലിറ്റി ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ പഴയ സംവിധായകർ തന്നെ നോക്കൂ. ഇപ്പം അവർക്കൊക്കെ ചാൻസ് കൊടുത്ത നടന്മാരുണ്ട്. പക്ഷെ ആ നടന്മാരൊക്കെ പിന്നെ പുതിയ തലമുറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ അവർ വീട്ടിലിരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഈ സംവിധായകർക്കാർക്കും അല്ല നിർമ്മാതാക്കൾക്കോ അവർക്ക് സിനിമ എടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് ആ സിനിമ ഓടില്ല. ഇതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് ആരെയാണ് ആവശ്യം? അപ്പം മമ്മൂക്കാക്ക് എനിക്ക് കൊണ്ട് പറയുന്നത് നസീർ സാറിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ഞാൻ കേട്ടിട്ടുണ്ട്. നസീർ സാറിൻ്റെ ഷൂട്ടിംഗ് കടക്കുമ്പോൾ ഒരു ചാൻസിന് വേണ്ടി കെഞ്ചിയിട്ടുണ്ട് ചില സംവിധായകരെടുത്ത്. പക്ഷെ അവരടുപ്പിച്ചില്ല. പിന്നെ മമ്മൂക്ക സ്ഫോടനം ജയം മരിച്ചോടുകൂടി മമ്മൂക്ക രക്ഷപ്പെടുന്നത്. ജയന് വെച്ച വേഷങ്ങൾ സുമാറിന് പോയി, സുമാറിൻ്റെ വേഷങ്ങൾ മമ്മൂക്ക കിട്ടിയില്ല. അങ്ങനെ മമ്മൂക്ക ശ്രദ്ധിക്കപ്പെട്ട സമയത്ത് അന്ന് ഇവർക്ക് പണം പോയാലേ പറ്റുള്ളൂ, പ്രൊജക്റ്റ് നടക്കണ്ടേ. അന്ന് മാറ്റി നിർത്തിയ സംവിധായകർ YV ശശിസാറാണ് പ്രധാനമായിട്ടും. അവരൊക്കെ തന്നെ മമ്മൂക്കനെ വിളിച്ച് വേഷം കൊടുത്തു. മമ്മൂക്കായി ശശിയേട്ടനാണ്. അന്നും ഇന്നും മമ്മൂക്കയെ കൂടെ നിൽക്കുന്നത് ജോഷിയേട്ടനാണ്. എന്തുകൊണ്ടാണ്? ജോഷിയേട്ടൻ ഒരേപോലെ അപ്ഡേറ്റഡ് ആണ്, മമ്മൂക്ക ഒരേപോലെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോഴും പോകുന്നത് അതുപോലെ തന്നെയാണ് ഇന്റർനാഷണൽ രംഗത്ത്. നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്.
അപ്പോൾ സിനിമയുടെ കാര്യം ഇപ്പോൾ പ്രിയദർശന് മോഹൻലാലും പ്രിയദർശൻ ആദ്യം ശശികുമാർ അങ്ങനെ ഒരുപാട് സംവിധായകരുണ്ട്. പ്രിയദർശൻ ഒരുപാട് ചാൻസ് കൊടുത്തിട്ടുള്ളത്, മോഹൻലാലിന് ഒരുപാട്. അതിലിപ്പം ആ കൂട്ടത്തിൽ ഇപ്പം മോഹൻലാൽ വർക്ക് ചെയ്യുന്നത് പ്രിയദർശൻ്റെ കൂടെയും സത്യനന്ദിക്കാടിൻ്റെ കൂടെയും മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയ പയ്യന്മാരുടെ കൂടെ അല്ലേ വർക്ക് ചെയ്യുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാവിയിൽ ചൈനയും പാകിസ്ഥാനും അല്ലാതെ ബംഗ്ലാദേശ് എന്ന ശത്രുവും ഉണ്ടാകുമോ, ഒരു സൈനിക ശത്രു? ബംഗ്ലാദേശ് നമുക്ക് ശത്രു ആകാനുള്ള അതില്ല. ആനയും അണ്ണക്കൊട്ടനും തമ്മിലുള്ള ഒരു വൃത്തിയിട്ട കഥ ഉണ്ടല്ലോ, അതുപോലെയാണ്. നമുക്കൊരു ചൊറിച്ചിലുണ്ടാക്കാനേ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ നമുക്ക് ശത്രു ചൊറിച്ചിലെന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റും. ഇടയ്ക്ക് ആ ബോർഡറിലൊക്കെ ചില വെടിവെപ്പ് ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ കൽക്കത്തിൽ 1-2 ബോംബൊക്കെ പൊട്ടിക്കാം. അതൊക്കെ അവർക്ക് പറ്റും. അവർ മിലിറ്ററി പവർ അല്ലല്ലോ. പാകിസ്ഥാൻ പണ്ടേ മിലിറ്ററി പവറാണ്. അതാണ് എൻ്റെ കാര്യം. പിന്നെ ബംഗാളികളോ മാർഷൽ ട്രൈബ് അല്ല. പാകിസ്ഥാൻകാർ ബേസിക്കലി മാർഷൽ ട്രൈബാണ്. ഇന്ത്യയിലെ മാർഷൽ ട്രൈബ്സാണ് മറാഠകൾ, പത്താനികൾ, ഇവന്മാർ ഗൂർഖകൾ. ഇവരെക്കാളും ഇന്ത്യയിലെ രജപുത്രന്മാർ. ഇവരൊക്കെ ആ സൈഡിലുള്ളതാണ്. മറാഠകൾ വെച്ചിട്ട് ഗൂർഖകൾ വെച്ച് ബാക്കി എല്ലാ സൈഡിലുള്ളതാണ്. രജപുത്രന്മാർ അവിടെയുണ്ട്. പട്ടാൻസ് ആ മേഖലയിലുള്ളതാണ്. അപ്പം പാകിസ്ഥാൻ ബേസിക്കലി പണ്ടേ ഒരു പവറാണ്, മിലിറ്ററി പവറാണ്. ഇവരല്ല. അതാണ് വ്യത്യാസം. ഈ ബംഗ്ലാദേശിലെ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയെ ബാധിക്കില്ല പൂർണ്ണമായി. ബാധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യപ്പെടും. ഇപ്പം തന്നെ കാരണം ഇപ്പോൾ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പാകിസ്ഥാൻ അനുകൂലമായ പ്രദേശത്തെ ജനങ്ങൾക്കിടയിലെങ്കിലും ഒരു അനുകൂലമായ സ്വഭാവം രൂപപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയല്ല. പ്രദേശത്ത് പണ്ടേ 40% ആളുകൾ പാകിസ്ഥാൻ അനുകൂലമാണ്, 60% ആളുകൾ ഇന്ത്യക്ക് അനുകൂലമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ 40% കയ്യിൽ ഇപ്പോൾ അധികാരം കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. ആ അധികാരം അവരെ കയ്യിൽ എത്തിച്ചു കൊടുത്ത അമേരിക്കയാണ്. അമേരിക്ക അതിന് ഉപയോഗിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന ചെകുത്താനെയാണ്. ഇവിടുത്തെ ചില പത്രങ്ങൾ ആ ചെകുത്താന്മാരുടെ ചിത്രമൊക്കെ എടുത്ത് വീരനായകന്മാരാണെന്ന് കൊടുക്കും. ഈ പത്രങ്ങളൊക്കെ പണ്ടേ നിരോധിക്കേണ്ടതാണ്. കാരണം ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നമ്മളിവിടുത്തെ പത്രങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുത്തരും വീരനായകനുമല്ല. ഇന്ത്യക്കെതിരെ നിൽക്കുന്നത് ചെകുത്താനാണ്. അവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആൻറ്റി ഇന്ത്യൻ. കാരണം നാളെ അവൻ ഇന്ത്യക്കെതിരെയാണ് വരിക. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ബംഗ്ലാദേശ് നമുക്കൊരു ത്രെട്ടല്ല, പക്ഷെ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അവിടുത്തെ ഈ രാഷ്ട്രീയ മാറ്റം എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? വീണ്ടും ഒരു ഇലക്ഷൻ അവിടെ ഇലക്ഷൻ വന്നാൽ അവിടെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ആളുകൾ അവിടെ വരുള്ളൂ. അല്ലാതെ അവർ വരാൻ അവർ സമ്മതിക്കില്ല. അതാണ് കാര്യം. അല്ല, അപ്പോൾ ഷെയ്ഖ് ഹസീന നിരന്തരം ഇനി ഇന്ത്യയിൽ തന്നെ ആയിരിക്കുമോ? അതിനാണ് സാധ്യത കൂടുതൽ. അല്ല അമേരിക്ക അവിടെ ഇൻട്രസ്റ്റ് മാറ്റണം. അല്ല ഷെയ്ഖ് ഹസീന മാറണം. അമേരിക്ക തൽക്കാലം മാറേണ്ട ആവശ്യമില്ല. അവർ വെരി പവർഫുൾ. അല്ല, അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് വർഷങ്ങളോളം അവിടെ ഇനി മുഹമ്മദ് യൂനിസിന്റെ ഭരണമായി. മുഹമ്മദ് യൂനിസ് ആകണമെന്നില്ല. ഏകദേശം 4 പേര് ആ സമയത്ത് സൈനിക സാന്നിധ്യം ആ രീതിയിലേക്ക് പോകും. ആ രീതിയിൽ അവിടുത്തെ ഒരു മെയിൻ ഡിസ്കോഴ്സ് ആന്റി ഇന്ത്യനായി മാറും. അങ്ങനെ അവിടെ ആഭ്യന്തര കലാപങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ അവസാനം അവിടെ ചെറിയൊരു ഹിന്ദു രാജ്യം, ചെറിയൊരു ജൈന രാജ്യം, ബുദ്ധ രാജ്യവും, ചെറിയൊരു ക്രിസ്ത്യൻ രാജ്യവും, ഒരു മുസ്ലിം രാജ്യമായിട്ട് അത് മാറും. അങ്ങോട്ടാണ് അതിൻ്റെ പോക്ക് ഇപ്പം നോക്കിയിട്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഈ ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുക, ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ശരിയല്ല, ഒരു പെന്തക്കോസ്റ്റ് രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഇവാഞ്ചലിസ്റ്റ് രാജ്യം ഉണ്ടാക്കുക എന്നുള്ള അമേരിക്കയുടെ ഗെയിം പ്ലാൻ. അവർക്ക് അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഹിന്ദു രാജ്യം നൽകും, ബുദ്ധന്മാരെ സന്തോഷിപ്പിക്കാൻ ബുദ്ധരാജ്യം ഉണ്ടാക്കി കൊടുക്കും, ബാക്കി മുസ്ലിം രാജ്യം ഓൾറെഡി മുസ്ലിം മേഖലകൾ ഉണ്ടാക്കി കൊടുക്കും, പിന്നെ ഒരു ചെറിയൊരു ക്രിസ്ത്യൻ എന്ന് ഞാൻ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ് രാജ്യം കൂടി അവിടെ വരും. അല്ല, അതിനുള്ള ജനസംഖ്യ ഉണ്ടാകും. അതൊക്കെ ചെയ്യും. അപ്പോൾ യൂറോപ്പിലൊക്കെ ഓരോ രാജ്യത്തെ ജനസംഖ്യ, കസോവ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തൊക്കെ ജനസംഖ്യ എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയുടെ അത്രയേ ഉള്ളൂ. ജനസംഖ്യ ഒന്നും പ്രശ്നമൊന്നുമല്ല. ലോകത്താകപ്പാടെ 3 പേരുള്ള രാജ്യമുണ്ട്. അത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം, സ്വന്തം പാസ്പോർട്ടൊക്കെ ഉണ്ട്. കടൽ നാടൊരു പണ്ട് 2ാം ലോക മഹായുദ്ധ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഓയിൽ ഡ്രിങ്കിങ്ങിൻ്റെ പ്രൊജക്റ്റ് പോലുള്ളൊരു കണ്ടെയ്നർ പോലുള്ള വീടുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അവർക്ക് സ്വന്തമായി പാസ്പോർട്ട് വരെ ഉണ്ടെന്ന് ഞാൻ വായിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.